ശ്രീ പ്രകാശം മാസ്റ്റർ, ബി റജി പറയുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരുടെ ആഗ്രഹപ്രകാരമാണ് വന്നത്. പക്ഷേ വിഷ്ണുപുരം നിരസിച്ചു, നിഷേധിച്ചു, കളവാണെന്ന് പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞത്. വിഷ്ണുപുരത്തെ സംബന്ധിച്ച്, വിഷ്ണുപുരത്തിൻ്റെ കത്തിനെ സംബന്ധിച്ച്, ആഗ്രഹ കത്തിനെ സംബന്ധിച്ച് ഈ കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രാഷ്ട്രീയ തമാശകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര മുന്നേറ്റമുണ്ടായി UDF-നെന്നും ഇനിയിപ്പോൾ ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിക്കുന്ന ലാഘവത്തോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്നാണല്ലോ മാധ്യമങ്ങളുടെ പിൻബലത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന UDF പ്രചാരവേല. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പുതിയ പുതിയ കക്ഷികളെ തേടി അലയേണ്ട കാര്യം എന്താ? ആദ്യം പറഞ്ഞത് കേരള കോൺഗ്രസിനെ പ്രതീക്ഷിച്ചാണല്ലോ ആദ്യം പറഞ്ഞത്. പക്ഷേ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ LDF-ൻ്റെ ഭാഗമാണ്. നാണം കെട്ട് പോയില്ലേ നിങ്ങൾ? രണ്ടാമതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ജാനു ഞങ്ങളുടെ കൂടെയുണ്ട്, അതുപോലെ തന്നെ വിഷ്ണുപുരം ഞങ്ങളുടെ കൂടെയുണ്ട്, അൻവർ ഞങ്ങളുടെ കൂടെയുണ്ട്. വലിയ പാർട്ടികളാണ് ഈ പാർട്ടികളെല്ലാം എന്ന കാര്യം കേരളീയർക്ക് അറിയാവുന്ന കാര്യം. ആ പറഞ്ഞിരിക്കുന്നതിൽ ഒരാൾ പ്രത്യേകമായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാണ്, ഞാൻ കത്ത് കൊടുത്തിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങോട്ടില്ല. ഏതെങ്കിലും നിലക്ക് ഒരു നാണമുള്ള മനുഷ്യനാണെങ്കിൽ തൊലി ഉരിഞ്ഞു പോകില്ലേ ഇത് കേൾക്കുമ്പോൾ? അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വെല്ലുവിളിച്ചോട് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അപ്പം പറയണ്ടേ? അരമണിക്കൂർ കൊണ്ട് പത്രസമ്മേളനത്തിൽ പറയാൻ വേണ്ടി കഴിയട്ടെ? ഞങ്ങൾക്ക് ഈ പറയുന്ന കാര്യം തെളിയിക്കാൻ വേണ്ടി കഴിയും ഇതാ കത്ത് എന്ന് പറയാതിരിക്കുന്നതുകൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത്രമാത്രം ജാള്യതയും കോൺഗ്രസ് എത്തിയുള്ള മറ്റൊരു സന്ദർഭം കേരളത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റെജി പറഞ്ഞ കാര്യത്തിലെ ചില വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ എന്തോ വലിയ മുന്നേറ്റം ഉണ്ടാക്കി UDF എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയിരിക്കുന്ന മൊത്തം വോട്ട് 66,60,660 ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന വോട്ട് 79,96,900 14 ലക്ഷം വോട്ട് ഒരു കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങളാണോ പുറകോട്ട് പോയിരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം 2024 19 സീറ്റിൽ മാത്രം ഉണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ 64 സീറ്റിൽ നേടിയിരിക്കുന്നു. റെജി പറഞ്ഞല്ലോ 88 സീറ്റ്. എവിടെ നിന്ന് കിട്ടിയതാ? മാതൃഭൂമി പറഞ്ഞു 58 സീറ്റ്, മനോരമ പറഞ്ഞു LDF-ന്, മാതൃഭൂമി പറഞ്ഞു 58 സീറ്റ്, മനോരമ പറഞ്ഞു 60 സീറ്റ്. ദേശാമാനിയിൽ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ 64 സീറ്റ് എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണ ഇതിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഏതാ കണക്കെടുക്കുക? ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതാണല്ലോ കണക്കെടുക്കുക. മറ്റേ എന്തെങ്കിലും കണക്കെടുത്തിട്ട് പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിലക്കുള്ള മുന്നേറ്റങ്ങൾക്കുണ്ടായി. പിന്നെ പറയുന്നു, റെജി പറഞ്ഞു, ഇതുപോലെ മെച്ചപ്പെട്ട വിജയം മറ്റൊരു കാലത്തും UDF-നില്ല. ഞാൻ ചോദിക്കട്ടെ റെജി, 2010 കേരളത്തിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നിരുന്നോ? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അന്ന് ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 6 നിങ്ങൾക്ക് 7 ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 51 നിങ്ങൾക്ക് 92 മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് എന്നുണ്ടായ 17 ഇപ്പോൾ 41 വർദ്ധിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ 59 77 ജില്ലാ പഞ്ചായത്തിൽ 6 7 ഗ്രാമപഞ്ചായത്തിൽ 360 70 ആർക്ക് ഭൂരിപക്ഷം എന്ന് തിരിയാത്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 400-ലേറെ. എവിടെ മുന്നേറ്റം ഉണ്ടായി എന്നാണ്? കണക്കുകൾ പറയുമ്പോൾ കണക്ക് വെച്ച് വേണമല്ലോ പറയാൻ. കണക്കുകൾ സംസാരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ കാര്യമായി മുന്നേറിയിട്ടില്ലെന്നാണ്. കുറേ സ്ഥലത്ത് BJP-ക്കാർക്ക് വോട്ട് നിങ്ങൾ വിറ്റിട്ട് നിങ്ങൾ ചില സ്ഥലത്ത് വരെ ജയിപ്പിച്ചിട്ടുണ്ട്. നാണം കെട്ട് ഇടപാടല്ലേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളും സ്വീകരിച്ചത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൊല്ലത്ത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ 11 വാർഡിൽ BJP-ക്കാർക്ക് 50-ൽ താഴെ വോട്ട്, നിങ്ങൾ ജയിച്ചു. എങ്ങനെയാണ് ജയിച്ചിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 7 സ്ഥലത്ത് 10-ൽ താഴെയാ വോട്ട് കൊട്ടാരക്കര. എങ്ങനെയാണ് സംഭവിച്ചത്? BJP-ക്ക് നിങ്ങൾ വോട്ട് വാങ്ങിയിട്ടല്ലേ. ഞങ്ങൾ പരവൂരിൽ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി രംഗം മത്സരിച്ച സ്ഥലത്ത് UDF സ്ഥാനാർത്ഥിക്ക് 20 വോട്ടേ ഉള്ളൂ, BJP-ക്കാരൻ ജയിച്ചു. എങ്ങനെയാണ്? ഇടുക്കിയിൽ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. അവിടെ ആകെ നിങ്ങൾ മത്സരിച്ചിരിക്കുന്ന സീറ്റുകൾ പരിശോധിക്കുമ്പോൾ അവിടെ നിങ്ങൾ BJP-ക്കാർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത 245 വാർഡിൽ നിങ്ങൾ 219 വാർഡിലും UDF ജയിച്ചത്. വോട്ട് BJP വാങ്ങിയിട്ടല്ലേ. 52 ഗ്രാമപഞ്ചായത്തിൽ 185 വാർഡിൽ BJP-ക്ക് സ്ഥാനാർത്ഥിയില്ല, അതിൽ 169 വാർഡിലും ജയിച്ചത് നിങ്ങളല്ലേ. ചെങ്ങന്നൂര്, ഹരിപ്പാട്, കായംകുളം ഇവിടെ എല്ലാം BJP UDF സഖ്യമാണെന്നുള്ള ആൾക്കറിയാതിരിക്കുന്നത്. കോട്ടയത്ത് ഏറ്റുമാനൂരിൽ 35-36 വാർഡിൽ UDF മത്സരിച്ചിട്ടേ ഇല്ല, BJP-ക്കാർ ജയിക്കുന്ന അവസ്ഥയുണ്ടായി. കോൺഗ്രസ് ജയിച്ച് 26-ാം വാർഡിൽ BJP-ക്ക് വോട്ട് 14. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ട് കിട്ടിയത്? പകൽ വെളിച്ച പോലെ വ്യക്തിയല്ലേ നിങ്ങൾ പരസ്പരം വോട്ട് വിറ്റത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. നിങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ നേരത്തെയുള്ള പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പറയുമ്പോൾ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് ഞങ്ങളുടെ കൂടെ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കേരള കോൺഗ്രസ് ഇല്ല.
അന്നില്ലാത്തതാണല്ലോ ജമാഅത്ത് ഇസ്ലാമി, അന്നില്ലാത്തതാണല്ലോ SDPI, അന്നില്ലാത്തതാണല്ലോ വെൽഫെയർ പാർട്ടി. അവരെല്ലാമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടല്ലേ നിങ്ങൾ മത്സരിച്ചിരിക്കുന്നത്. പിന്നെ അസോസിയേറ്റഡ് അംഗത്വം എന്ന അംഗത്വം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ ചില പാർട്ടികളുടെ അസോസിയേറ്റഡ് മെമ്പർമാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അവരുടെ പ്രവർത്തനമൊക്കെ നോക്കിയിട്ട് ഇനി അങ്ങ് മുന്നണിയിലേക്ക് ഘടകകക്ഷിയാക്കുന്ന സതീശൻ പറഞ്ഞത്. ഇവിടെ ഒരു അസോസിയേറ്റും ഇല്ലാതെ ജമാഅത്ത് ഇസ്ലാമി നിങ്ങളുടെ കൂടെയല്ലേ? ഒരു നിലക്കും നിങ്ങൾ അസോസിയേറ്റ് അംഗത്വമൊന്നും കൊടുക്കാതെ SDPIയുടെ അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങി നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ? BJPക്കാരുടെ വോട്ട് പല സ്ഥലത്തും വാങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നല്ല പരാജയ ഭീതിയിൽ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. മൂന്നാമത്തെ ഒരു ഗവൺമെൻറ് LDFൻ്റെ ഒരു ഗവൺമെൻറ് വന്നാൽ നിങ്ങൾ നാമാവശേഷമാകുമെന്ന് മറ്റാരെക്കാളും അറിയുന്നവർ നിങ്ങൾ തന്നെയാണ്. കോൺഗ്രസിൻ്റെ കാര്യം അറിയാം, ലീഗിൻ്റെ കാര്യം അറിയാം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്ത് വൃത്തിയുടെ നിലപാട് സ്വീകരിച്ചു ഏതു ചെകുത്താനുമായി ചേർന്നും അധികാര കസേരയിലേക്ക് എത്തുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യമില്ല, നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പലും ഇല്ല. പക്ഷേ ഞങ്ങൾ ഈ സമയത്തും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു നിലക്കുമുള്ള അന്യായമായ കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. കാരണം ഞങ്ങൾക്ക് അധികാരം വന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള സംവിധാനമാണ്. ഇന്ത്യ പ്രധാനമന്ത്രി സ്ഥാനം ഇവിടെ ഉള്ളം കൈയിൽ പേരുള്ള നെല്ലിക്ക പോയി ഏൽപ്പിക്കപ്പെട്ടിട്ട് അത് വേണ്ടെന്ന് പറയാൻ ആർജവം കാണിച്ച പാർട്ടിയാണ് CPIM. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ 2ാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്ന് മന്ത്രിമാർ എത്ര വേണമെങ്കിലും എടുക്കാം, വകുപ്പ് ഏതെങ്കിലും എടുക്കാം എന്നെല്ലാം പറഞ്ഞപ്പോൾ അത് വേണ്ട, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാം നടപ്പിലാക്കിയാൽ മതി എന്ന് പറയാൻ കരുത്ത് കാണിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. ഇന്ത്യയിൽ 11 സ്റ്റേറ്റുകളിൽ അധികാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം ഉൾപ്പെടെ അത് വേണ്ടെന്ന് പറയാൻ കരുത്തു കാണിച്ച പാർട്ടിയാണ് CPIM. ഞങ്ങൾക്ക് അധികാരം വന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള സംവിധാനമാണ്, അല്ലാതെ കുറേ ആളുകൾ മന്ത്രിമാർക്കുള്ള ഏർപ്പാടല്ല. നിങ്ങൾക്കതല്ല, നിങ്ങൾക്ക് എന്തു ചെയ്തും അധികാരം കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു വലിയ വെപ്രാളാണ് ഇവിടെ ജാനുവെങ്കിൽ ജാനു, അതുപോലെ അൻവർ എങ്കിൽ അൻവർ, അതുപോലെ കാമരാജ് കോൺഗ്രസ് എങ്കിൽ കാമരാജ് കോൺഗ്രസ് എന്ന നിലക്കുള്ള നിങ്ങൾ വെപ്രാളം. അവിടെ നിങ്ങളുടെ ഈ UDF വിപുലീകരണം എന്ന് പറയുന്ന അജണ്ട തന്നെ ആകെ അടിമതിരി പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജാള്യത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇന്ന് കേരളം പറയുന്നത്. രാഷ്ട്രീയ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്.